ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? സാരമില്ല. വർഷങ്ങൾക്ക് മുമ്പ് വിഷ്ണുവിന്റെ കൈകൾ വിടുവിച്ച് പോലീസ് വണ്ടി അകന്നു പോകുമ്പോൾ കല്യാണിയുടെ ലോകം അവിടെ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവന്റെ ജീവന് വേണ്ടിയുള്ള യാചനകൾ വെറുതെ ആകുമെന്ന് അവൾ ഭയന്നു. പക്ഷെ നിയമത്തിന്റെ നൂലമാലകൾക്കിടയിലും ഒരു അത്ഭുതം സംഭവിച്ചു. ജയിൽ സൂപ്രണ്ടിന്റെയും ചില നല്ല മനുഷ്യരുടെയും ഇടപെടലിലൂടെ വിഷ്ണുവിന്റെ വധശിക്ഷ ജൈവപര്യന്തമായി കുറയ്ക്കപ്പെട്ടു. എന്നാൽ ഈ വാർത്തകളൊന്നും കല്യാണി അറിഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട വിഷ്ണു ഇനി ഒരിക്കലും മടങ്ങിവരില്ലെന്ന് കരുതി നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അവൾ വിഷ്ണുവിന്റെ മകൻ കണ്ണനെയും കൂട്ടി ആർക്കും പിടികൊടുക്കാതെ അമേരിക്കയിലേക്ക് പറന്നു. അമേരിക്കയിൽ കല്യാണി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. വിഷ്ണുവിന്റെ ഓർമ്മകൾ മാത്രമായിരുന്നു അവളുടെ കൂട്ട്. കണ്ണനെ സ്വന്തം മകനേക്കാൾ അധികം അവൾ സ്നേഹിച്ചു. തന്റെ ജീവിതത്തിലെ നോവുകളും വിഷ്ണുവിനോടുള്ള അണങ്ങാത്ത പ്രണയവും അവൾ ഒരു ഡയറിയിൽ പകർത്തി വെച്ചിരുന്നു. വർഷങ്ങൾക്കിപ്പുറം യുവാവായ കണ്ണൻ അവിചാരിതമായാണ് അമ്മയുടെ ആ രഹസ്യ ഡയറി വായിക്കുന്നത്. തന്നെ പ്രസവിച്ച അമ്മയല്ല കല്യാണിയെന്നും പക്ഷേ സ്വന്തം അമ്മയേക്കാൾ അധികം തന്നെ സ്നേഹിക്കുന്ന ഒരു പുണ്യമാണ് അവളെന്നും അവൻ തിരിച്ചറിഞ്ഞു. തന്റെ അച്ഛൻ വിഷ്ണു മരണപ്പെട്ടു എന്നായിരുന്നു അവൻ വിശ്വസിച്ചിരുന്നത്. എന്നാൽ സത്യം തേടി അവൻ രഹസ്യമായി നാട്ടിലെത്തിയ കണ്ണൻ അറിഞ്ഞത് മറ്റൊരു സത്യമായിരുന്നു. വിഷ്ണു ജയിൽ മോചിതനായിരിക്കുന്നു. പക്ഷെ ജയിലിൽ നിന്നിറങ്ങിയ വിഷ്ണു കല്യാണിയെ അന്വേഷിച്ചെങ്കിലും അവൾ വിവാഹം കഴിഞ്ഞ് എങ്ങോട്ടോ പോയി എന്ന തെറ്റായ വിവരമാണ് അയാൾക്ക് ലഭിച്ചത്. മകനെയും അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. താൻ കാരണം ജീവിതം തകർന്ന പെണ്ണിനെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി സന്യാസിയെ പോലെ വിഷ്ണു ഹിമാലയത്തിൽ താഴ്വരയിലേക്ക് മടങ്ങി. അവിടെ അശരണരായ കുട്ടികളെ പാട്ട് പഠിപ്പിച്ച് അയാൾ ശിഷ്ടകാലം തള്ളി നീക്കി. അന്വേഷണങ്ങൾക്കൊടുവിൽ കണ്ണൻ ഹിമാലയത്തിൽ വെച്ച് തന്റെ അച്ഛനെ കണ്ടെത്തി. പാട്ട് പഠിപ്പിക്കുന്ന വൃദ്ധന്റെ കണ്ണുകളിൽ തന്റെ അമ്മ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് മകൻ തിരിച്ചറിഞ്ഞു. കണ്ണൻ അച്ഛനെ നിർബന്ധിച്ച് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ വിഷ്ണുവിനെ കല്യാണിയുടെ മുന്നിലെത്തിച്ചു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും കണ്ണീരിനും ഒടുവിൽ അവർ പരസ്പരം കണ്ടുമുട്ടി. അച്ഛന്റെ കൈകൾ അമ്മയുടെ കൈകളോട് ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു, തന്റെ പെറ്റമ്മയല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം തനിക്ക് നൽകിയ കല്യാണിയെ വിഷ്ണുവിന് തിരികെ നൽകിക്കൊണ്ട് അവൻ ആ കടം വീട്ടി. അന്ന് ആ അമേരിക്കൻ സായാഹ്നത്തിൽ വിഷ്ണുവിന്റെ പഴയ പാട്ട് വീണ്ടും മുഴങ്ങി. ഇത്തവണ അതിൽ വിരഹത്തിന്റെ നോവല്ല, മറിച്ച് ഒന്നിച്ചു കൂടിയതിന്റെ സംതൃപ്തിയായിരുന്നു. കല്യാണിയുടെ ഡയറിയിലെ അവസാന താളിൽ വിഷ്ണു ഇങ്ങനെ കുറിച്ചു: ഇനി ഒരിക്കലും നിന്റെ കൈകൾ ഞാൻ വിടില്ല.